തലയിൽ എണ്ണ തേക്കുന്ന മഹാമണ്ടത്തരോ ഒരിക്കലും തേക്കരുത്. ഷാമ്പു ആൾക്കാരെന്ത് ചെയ്യുന്ന വെച്ചാൽ തലയിൽ തേച്ചിട്ട് മുടിയിൽ മുഴുവൻ ഇട്ടങ്ങ് തേക്കും. ഷാമ്പു മുടി തേക്കാനുള്ള സാധനമല്ല, തലയോട്ടി മാത്രം ഉപയോഗിക്കേണ്ട സാധനമാണ് ഷാമ്പു. തല ഡ്രൈ ആയിട്ട് ഇരിക്കേണ്ടത്, അല്ലാതെ എണ്ണമയായിട്ടല്ല ഇരിക്കേണ്ടത്. അല്ലെങ്കിൽ തന്നെ ഇഷ്ടം പോലെ എണ്ണ, ആ എണ്ണമയ എല്ലാം കൂടെ ഈ മുഖത്ത് ഇങ്ങനെ ഒഴുകി നമുക്ക് മൂക്കിനകത്തൊക്കെ ഇങ്ങനെ വരുന്നത്. അതൊക്കെ വന്നിട്ട് തലയിലുള്ള ബാക്ടീരിയ മുഴുവൻ മുഖത്ത് വന്നിട്ട് അവിടെയും കുരുക്കളാവും. അതാണ് ചിലർക്ക് ഇങ്ങനെയൊക്കെ വരുന്നത്, ഇങ്ങനെ വേർപ്പൊഴുകി ഇവിടെ എല്ലാം കുരുക്കൾ വരും. പിന്നെ തലയ്ക്കകത്ത് വെള്ളമാണ്, വാട്ടർ ബേസ്ഡ് ആണ്. നമ്മളിത് ഓയിൽ ബേസ്ഡ് ആണ്. ഓയിലും വാട്ടറും മിക്സ് ചെയ്യത്തില്ല. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, വെള്ളത്തിനകത്ത് എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ എണ്ണ പൊങ്ങി നിൽക്കും. വെള്ളമായിട്ട് മിക്സ് ചെയ്യത്തില്ല. എത്ര സ്പൂൺ ഇട്ട് കലക്കിയാലും മിക്സ് ചെയ്യത്തില്ല, അത് പിന്നെയും പൊങ്ങി വരും. സോ ഓയിൽ നെവർ ഗോസ് ഇൻസൈഡ് യുവർ സ്കാൽപ്പ്. നമ്മളെ ഇന്ത്യൻ ഓൺലൈൻ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് അത് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണെന്നാണ് കണക്കുകൾ പറയുന്നത്. വേണ്ടുന്നതിനും വേണ്ടാത്തതിനൊക്കെ നമ്മൾ സ്കിൻ കെയർ പ്രൊഡക്ട്സ് വാങ്ങിക്കുന്നുണ്ട്. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഈ ബ്യൂട്ടി ട്രെൻഡ്സ് ഒക്കെ ഉള്ളത് തന്നെയാണോ? ഇതിപ്പോൾ നമ്മൾ ആരോടാ ചോദിക്കുക? വി ഹാവ് എൻ എക്സ്പെർട്ട് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. ഡോക്ടർ പ്രശാന്ത്. ഹായ് ഡോക്ടർ, നമസ്കാരം. ഹായ് സർ, നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടല്ലേ, അതായത് നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ തല കഴുകേണ്ട ആവശ്യമില്ല, ആഴ്ചയിൽ ആൾട്ടർനേറ്റീവിൽ തല കഴുകിയാൽ മതി എന്ന് പറയുന്നത് കേൾക്കാം. പക്ഷേ ചില ഡോക്ടേഴ്സ് പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മളെ തലയിൽ വേർപ്പ് നിന്നാലും ഭയങ്കര പ്രശ്നമാണ്, അതുകൊണ്ട് ജിമ്മിലൊക്കെ പോയിട്ട് വന്നിട്ട് തല കഴുകുന്നതാണ് എപ്പോഴും നല്ലതെന്ന് പറയുന്നത്. നമ്മളെപ്പോഴും രാവിലെ കുളിച്ച് വൈകുന്നേരം ജിമ്മിൽ പോകുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ അപ്പോൾ 2 നേരം തല കഴുകേണ്ടി വരും. ഓൾട്ടർനേറ്റീവ്സിൽ തല കഴുകിയാൽ മതി എന്ന് പറയുന്ന വേറൊരു വിഭാഗമുണ്ട്. ആക്ച്വലി നമ്മൾ ഹൗ ഫ്രീക്വൻ്റ്ലി നമ്മളെ തല കഴുകണം? ഈ വെള്ളം കൂടുതലായിട്ട് ഒഴിച്ച് കുളിച്ച് കഴിഞ്ഞാൽ നമ്മളെ മുടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? ആസ് ഐ ടോൾഡ് യു, ചൂട് വെള്ളത്തിൽ കുളിക്കരുത്, കാരണം മുടി പൊഴിയാനുള്ള ചാൻസ് ഉണ്ട്. ഒത്തിരി ചൂടുവെള്ളം ഞാൻ പറഞ്ഞില്ലേ, ആസ് ഐ ടോൾഡ് യു ഏർലിയർ, ഒത്തിരി ചൂട് വന്നാൽ മുടി പൊഴിയാൻ ശ്രുതി സഹായിക്കും, ഹെയർ ഡ്രയർ ഉപയോഗിച്ചാൽ. പക്ഷേ തല എല്ലാ ദിവസം കഴുകണം, തല വൃത്തിയായിട്ട് വെക്കണം. കാരണം തലയിൽ നമുക്ക് സെബോറിക് ഗ്ലാൻസ് ഉണ്ട്, എണ്ണമയം സെക്രീറ്റിംഗ് ഗ്ലാൻസ് ഉണ്ട്. അതിനകത്ത് നമ്മളെ പോലെ എക്സ്പെഷ്യലി ഇൻ പ്ലേസ് ലൈക്ക് കേരളത്തിലല്ല എവിടെ ആണെങ്കിലും ഡസ്റ്റ് വന്ന് തലയിൽ അക്രമേറ്റ് ചെയ്യും. ആ എണ്ണമയം ഉള്ളത് എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചിരിക്കും, അല്ല അഴുക്കാവും. 1 2 ശരീരത്തിൽ നല്ല ദിവസം നമ്മുടെ ശരീരത്തിൽ നിന്ന് സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ ഹ്യൂമൻ ബീയിങ്ങിനും എല്ലാ മൃഗങ്ങൾക്കും എക്സ്ഫോളിയേഷൻ നടന്നുകൊണ്ടിരിക്കുക. മുടി പൊഴിയും, തൊലി ഇളകും, നോർമലാണ്. അതുകൊണ്ട് 2-3 ദിവസം കുളിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ഇങ്ങനെ സ്കിന്നിലൊന്ന് വരച്ച് കഴിഞ്ഞാൽ യു ക്യാൻ സീ ഇങ്ങനെ വെള്ള ലൈൻ പോലെ വരുന്നത്. എക്സ്ഫോളിയേറ്റഡ് സ്കിന്നാണത്. അതുപോലെ തലയിലും സ്കിൻ ഉണ്ടല്ലോ, അതും എക്സ്ഫോളിയേറ്റ് ചെയ്യും. അപ്പോൾ എക്സ്ഫോളിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ സെബോറിക് ഗ്ലാൻസിനകത്ത് കയറി ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് ഇളകിയിട്ട്. അപ്പം നമ്മൾ കുറച്ചും കൂടെ എണ്ണയും കൂടെ തേച്ചാലോ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും അവിടെ. അപ്പോൾ ഈ പൊടിയും അഴുക്കും എല്ലാം കൂടെ വന്നാൽ ആ കൂടെ നല്ല രസമായിരിക്കും. അപ്പോൾ ഈ ഇളകിപ്പോയ തോൽ എന്ത് പറ്റും? ചത്ത തോലല്ലേ, എന്ത് പറ്റും? അഴുകും, പ്യൂട്രിഫൈ ചെയ്യും. അപ്പോൾ എന്ത് പറ്റും? ബാക്ടീരിയയും ഫംഗസും വരും. ഫംഗസ് ഒന്ന് വെളുത്ത പൊടി പോലെ ഇരിക്കുന്നതാണെന്ന്, ആ ഫംഗസാണ് ഈ വെള്ള താരണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പോൾ നമുക്ക് തല കഴിവേണ്ടേ? തല കഴിവേ പറ്റത്തുള്ളൂ. എല്ലാ ദിവസം തല വൃത്തിയായിട്ട് വെക്കണം. എന്നിട്ട് വേണം ഈ തലയ്ക്കകത്ത് വളരാനുള്ള സിറമൊക്കെ തേക്കേണ്ടത്. അപ്പോഴേ തലയ്ക്കകത്ത് വല്ലതും പിടിക്കത്തുള്ളൂ. ഈ അഴുക്കിൻ്റെ മേടിയിട്ട് തടസ്സം വയ്ക്കൊണ്ടിരുന്ന ഒന്നും പിടിക്കത്തില്ല. പിന്നെ തലയിൽ കുറേ കുരുക്കളുണ്ടാവും, ഇതൊന്നും കഴിവില്ലെങ്കിൽ എല്ലാ ദിവസവും. തലയിൽ എണ്ണ തേക്കുന്ന മഹാമണ്ടത്തരോ ഒരിക്കലും തേക്കരുത്. ആണോ? തല സ്കാൽപ്പിൽ ഒരിക്കലും എണ്ണ തേക്കരുത്. തലയിൽ അല്ലെങ്കിൽ തന്നെ എണ്ണമയം ഉണ്ടല്ലോ, വൈ ഡു വാണ്ട് ടു? അപ്പോൾ ചില ഡ്രൈ ഹെയർ ഡ്രൈ ഹെയർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അതിനാണ് ഷാമ്പു ആൾക്കാരെന്ത് ചെയ്യുന്നത് വെച്ചാൽ തലയിൽ തേച്ചിട്ട് മുടിയിൽ മുഴുവൻ ഇട്ടങ്ങ് തേക്കും. ഷാമ്പു മുടി തേക്കാനുള്ള സാധനമല്ല, തലയോട്ടി മാത്രം ഉപയോഗിക്കേണ്ട സാധനമാണ് ഷാമ്പു. അത് ഒഴുകി പോകുമ്പം മുടി ഡ്രൈ ആവും നാച്ചുറലി. അപ്പം അത് വെള്ളം കഴിഞ്ഞിട്ട് അതിനകത്ത് കണ്ടീഷണർ ഇട്ട് അതിനെ സോഫ്റ്റ് ആക്കി വിടാനാണ് കണ്ടീഷണർ ഇംഗ്ലീഷുകാരൻ ഉണ്ടാക്കിയത്. അതിനാ കണ്ടീഷണർ ഉപയോഗിച്ചത്. അത് തലയോട്ടി തേക്കാൻ പാടില്ല. തല ഡ്രൈ ആയിട്ട് ഇരിക്കേണ്ടത്, അല്ലാതെ എണ്ണമയായിട്ടല്ല ഇരിക്കേണ്ടത്. അല്ലെങ്കിൽ തന്നെ ഇഷ്ടം പോലെ എണ്ണ, ആ എണ്ണമയ എല്ലാം കൂടെ ഈ മുഖത്ത് ഇങ്ങനെ ഒഴുകി നമുക്ക് മൂക്കിനകത്തൊക്കെ ഇങ്ങനെ വരുന്നത്. മൈക്രോസ്വെറ്റ്സാ മേളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരും. അതൊക്കെ വന്നിട്ട് തലയിലുള്ള ബാക്ടീരിയ മുഴുവൻ മുഖത്ത് വന്നിട്ട് അവിടെയും കുരുക്കളാവും. അതാണ് ചിലർക്ക് ഇങ്ങനെയൊക്കെ വരുന്നത്, ഇങ്ങനെ വേർപ്പൊഴുകി ഇവിടെ എല്ലാം കുരുക്കൾ വരും. ഓക്കെ. ഇതിപ്പോൾ താരൻ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരുടെയും ഒരു കൺസേൺ ആയിരിക്കുമല്ലോ. താരൻ ഇല്ലാത്ത മനുഷ്യന്മാരെ കണ്ടിട്ട് ഭയങ്കര പ്രയാസമാണെന്ന് ഇങ്ങനെ പറയില്ല. കാരണം അത് നാച്ചുറാലിറ്റി ആയതുകൊണ്ട്. അതൊരു താരൻ ഇല്ല, ചത്ത മനുഷ്യർക്ക് ഒരിക്കലും താരണം കാണത്തില്ല. കാരണം തത്തു ഇനിയിപ്പോൾ എക്സ്ഫോളിയേറ്റ് ചെയ്യാനൊന്നും ഇല്ല, എക്സ്ഫോളിയേഷൻ നടക്കത്തില്ല. ജീവൻ ഉണ്ടെങ്കിൽ എക്സ്ഫോളിയേഷൻ നടക്കും. ആ താരൻ കഴുകി കളയണം. പക്ഷെ നമ്മളുടെ മാർക്കറ്റിൽ ഒരുപാട് ആന്റി ഡാൻഡ്രഫ് ഷാംപൂസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഫാൻസി ഷാംപൂസ് ഒക്കെ ഇല്ലേ സാർ? ഈ ഡാൻഡ്രഫ് മാറ്റാൻ ഈ ഷാംപൂസിനെ കൊണ്ട് മാത്രം പറ്റും, അല്ലെങ്കിൽ നമ്മളൊരു സെപ്പറേറ്റ് ട്രീറ്റ്മെന്റ് എടുത്താലേ മാറുള്ളൂ എന്നുണ്ടോ? അതിങ്ങനെ സെപ്പറേറ്റ് ട്രീറ്റ്മെന്റ് എടുത്താൽ എങ്ങനെ ഡാൻഡ്രഫ് മാറുന്നത്? കാരണം ഞാൻ ഈ പറഞ്ഞ ഈ ലോജിക്സ് പറഞ്ഞു മനസ്സിലായില്ലേ? തലയിൽ ചത്ത തോലിരുന്നാൽ ഫംഗസ് വരും, അത് അപ്പം കഴുകി കളഞ്ഞാൽ ഡാൻഡ്രഫ് മാറും. അത്രേ ഉള്ളൂ, വെരി സിമ്പിൾ. അതുകൊണ്ട് ഫംഗസ് കൂടുതലായിട്ട് വന്നിട്ടിരുന്ന് കഴിഞ്ഞാൽ തലയിൽ കയറി പിടിക്കും, തലയോട്ടിയിൽ. അപ്പോൾ അതിന് നമ്മൾ ആൻറ്റി ഫംഗൽ ഷാംപൂസ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ കീറ്റോകോണസോൾ ബേസ്ഡ് ഷാംപൂസ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ സാലിസിലിക് ആസിഡ് ഒക്കെ യൂസ് ചെയ്ത് കഴുകണം. കുറച്ച് ദിവസം ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ അത് സെറ്റാവും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ റെഗുലർ ഷാമ്പൂ ഇട്ട് തല കഴുകിയാൽ വൃത്തിയായിട്ടിരിക്കും. അത് ചെയ്യാത്തപ്പോഴായി ഈ ഫംഗസ് എല്ലാം കൂടെ കയറി താരണം ഭയങ്കര മോശമാവുന്നത്. മനസ്സിലായി? ഇരുത്തി ആ ചത്ത തോലിനെ തല ഇരുത്തി കഴിഞ്ഞാൽ ഡാൻഡ്രഫായിട്ട് മാറും ഉറപ്പായിട്ടും. അത് ഡാൻഡ്രഫ് അല്ല, ഐ മീൻ വെള്ള കളറിലാവും.
അതിനെ അപ്പം കഴുകി കളയണം. ചിലർക്ക് സെബോറിയ കൂടുതലായിരിക്കും, സെബോറിക് ഗ്ലാൻഡ് സെക്രീഷൻസ് കൂടുതലായിരിക്കും, ഭയങ്കര മെയിൽ ഫീച്ചേഴ്സ് ഒക്കെ കൂടിയ ആൾക്കാർക്കൊക്കെ, എസ്പെഷ്യലി മലയാളീസിന് കുറച്ച് കൂടുതലാണ്, ടാമിലിയൻസിന് കുറച്ച് കുറവായിരിക്കും. അവർ കുറച്ചും കൂടെ ഡ്രവീഡിയൻസ്, അവർക്ക് ഹെയറി അല്ല അവർ നമ്മളെ പോലെ. നമ്മൾ ആസ് മലയാളീസ് നമ്മൾ കുറച്ചും കൂടെ ആര്യനും ഫോറിൻ റേസസും ഒക്കെ ആയിട്ട് മിക്സ്ഡാണ്. നമ്മൾ പ്യുവർ ഡ്രവീഡിയൻസ് അല്ല. നമ്മുടെ ഫോർ ഫാദേഴ്സ് പ്യുവർ ഡ്രവീഡിയൻസ്, ബട്ട് വി ചേഞ്ച് ഇൻ ടു ആര്യൻസ് ആൻഡ് ഓൾ. അറബ്സും ഇവരും എല്ലാം കൂടെ വന്നിട്ടാണ്. വി ആർ എ മിക്സ്ഡ് ജനറ്റിക്സ് ആണ് നമ്മുടെ ഭയങ്കരമായിട്ട്. സോ വി ആർ ഓൾ ഹെയറി ആൻഡ് വി ആർ ഡെഫിനറ്റ്ലി മോർ പ്രോൺ ടു ഹാവിങ് ഡാൻഡ്രഫ് ഓൺ ഹിസ് സ്കാൽപ്പ്. നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ പറയുന്ന പോലെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഒരു കാറ്റഗറി ഓഫ് സംഭവമാണ് ഹെയർ ഓയിൽസ് എന്ന് പറഞ്ഞാൽ. പല ബ്രാൻഡുകളുടെ പല ഹെയർ ഓയിൽസ് നമ്മൾ കണ്ടിട്ടില്ലേ, പല സെലിബ്രിറ്റീസ് എൻഡോസ് ചെയ്യുന്നത്. ഈ ഹെയർ ഓയിൽ ഒരു പരിധിക്കപ്പുറം നമ്മളുടെ മുടി വളർച്ച കൂട്ടുന്നുണ്ടോ? ഹെയർ ഓയിൽ ഒരിക്കലും മുടി വളർച്ച കൂട്ടത്തില്ല. ഹെയർ ഓയിലിനകത്ത് ആഡ് ചെയ്യുന്ന അഡിറ്റീവ്സിൽ കുറച്ച് ഹെൽപ്പ് ചെയ്യാം. എന്താ ഈ അഡിറ്റീവ്സ് എന്നുള്ളതാണ്. അല്ലാതെ ഇപ്പോൾ നമ്മളൊരു തേങ്ങ എണ്ണ തേച്ചുകൊണ്ടോ വേറെ ഇന്ന ഓയിൽ തേച്ചുകൊണ്ടോ കാച്ചി എണ്ണ അങ്ങനെ തേച്ചുകൊണ്ടോ ഒന്നും മുടി വളരത്തില്ല. ഓയിൽ ഇസ് എ മാക്രോ മോളിക്കുലർ തിങ്. ഇറ്റ് വിൽ നെവർ ക്രോസ് യുവർ ബാരിയർ ഓഫ് യുവർ സ്കിൻ. അതുകൊണ്ട് മേളിൽ ഇരിക്കത്തേ ഉള്ളൂ. പിന്നെ തലയ്ക്കകത്ത് വെള്ളമാണ്, വാട്ടർ ബേസ്ഡ് ആണ്. നമ്മളിത് ഓയിൽ ബേസ്ഡ് ആണ്. ഓയിലും വാട്ടറും മിക്സ് ചെയ്യത്തില്ല. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, വെള്ളത്തിനകത്ത് എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ എണ്ണ പൊങ്ങി നിൽക്കും. വെള്ളമായിട്ട് മിക്സ് ചെയ്യത്തില്ല. എത്ര സ്പൂണിട്ട് കലക്കിയാലും മിക്സ് ചെയ്യത്തില്ല, അത് പിന്നെയും പൊങ്ങി വരും. സോ ഓയിൽ നെവർ ഗോസ് ഇൻസൈഡ് യുവർ സ്കാൽപ്പ്. ഓയിലിനകത്തുള്ള വല്ല ഇൻഗ്രീഡിയൻസ് ആണ് വല്ലതും ചിലപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മൾ ഈ കാണുന്ന ഫാൻസി ഹെയർ ഓയിൽസ് ഒന്നും നമ്മുടെ തലയിലോ നമ്മുടെ ഹെയർ മുടിയിലോ ഒരു മാറ്റവും വരുത്തില്ല. അല്ല, മാറ്റം വരുത്തില്ല എന്ന് എനിക്ക് ഫുള്ളായിട്ട് പറയാൻ പറ്റില്ല. ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, ആസ് സച്ച് ദ ഇൻഗ്രീഡിയൻസ് ഇൻ ഇറ്റ്. പണ്ട് കാലത്ത് ഒരു വേറെ മീഡിയം ഇല്ലായിരുന്നു. ഇപ്പോൾ ലോഷൻസ് ഉണ്ട്, പല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്രീംസ് ഉണ്ട്, ലോഷൻസ് ഉണ്ട്, സീറംസ് ഉണ്ട്. പണ്ട് കാലത്ത് ഇതൊന്നും ഇല്ലല്ലോ. ആകെ ഉള്ളത് എണ്ണ മാത്രമേ ഉള്ളൂ. ദേഹത്ത് തേക്കാനാണെങ്കിലും ശരി, തലേ തേക്കാനാണെങ്കിലും ശരി. ദാറ്റ് വാസ് ഓൺലി വെഹിക്കിൾ വെർ ഐ ക്യാൻ പുട്ട് മെഡിസിൻസ്. ഇറ്റ് വാസ് ജസ്റ്റ് എ വെഹിക്കിൾ. എണ്ണ ഇസ് ജസ്റ്റ് എ വെഹിക്കിൾ ടു ട്രാൻസ്മിറ്റ് തിങ്സ്. പണ്ട് നമ്മൾ തേയിലമൊക്കെ വേനയ്ക്ക് തൂക്കുക എന്ന് പറയുമ്പോൾ അവിടെ ചൂടാക്കിയിട്ട് തൈലം എണ്ണ തേക്കുന്നു. എണ്ണയ്ക്കകത്ത് മുഴുവൻ പച്ചമരുന്ന്. ആ മരുന്ന് അകത്തോട്ടും ആ ചൂട് കാരണം പോർസ് ഓപ്പൺ ആകുമ്പോൾ മരുന്ന് അകത്തോട്ട് പോകുന്നു. എണ്ണ അവിടെ തന്നെ നിൽക്കും, എണ്ണ അകത്തോട്ടൊന്നും പോകത്തില്ല. എണ്ണ ജസ്റ്റ് ട്രാൻസ്പോർട്ട് മീഡിയം, അത്രേ ഉള്ളൂ. നമ്മൾ ഈ അടുത്ത കാലത്ത് 2018 ശേഷമായിരിക്കും ആളുകൾ ഭയങ്കരമായിട്ട് ബ്യൂട്ടി ട്രെൻഡ്സ് അനുകരിക്കുകയും ഇപ്പോൾ ഹെയറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ. ഇപ്പോൾ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് കാണാം, സ്മൂത്തനിങ് കാണാം, സ്ട്രൈറ്റനിങ് കാണാം. സാറിൻ്റെ ഹെയറിലേക്ക് നോക്കുമ്പോൾ സാറും എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് ഹെയറിൽ. ഇങ്ങനെ ലോങ് ടേമിൽ ഇത്തരം ട്രീറ്റ്മെൻറ്റ്സ് ഹെയറിൽ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മോശമായിട്ട് എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ടോ? ഞാൻ ഹെയറിൽ ട്രീറ്റ്മെൻറ്റ് ഞാനായിട്ടൊന്നും ചെയ്തിട്ടില്ല. കളർ വെച്ചിട്ട് അടിക്കും, നരയാകുമ്പോൾ പിന്നെ ഓബിയസ്ലി അടിക്കേണ്ടി വരുമല്ലോ. അത്രയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ. ലോങ് ടൈം ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് ഡിപ്പെൻഡിങ് ഓൺ ദ ഹെയർ ട്രീറ്റ്മെൻറ്റ്. തിങ്സ് ലൈക്ക് നമ്മളിപ്പം സ്ട്രെയിറ്റനിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രീറ്റ്മെന്റ്, കെരാറ്റിനും ഹെയർ ബോട്ടോക്സ് എന്നൊക്കെ പറഞ്ഞാൽ പ്രാക്ടിക്കലി ഇറ്റ്സ് ഓൾ ദ സെയിം. ഇത് ബേസിക്കലി ഹെയറിന്റെ ഫോളിക്കിളിനെ കൊല്ലുമ്പോൾ ഹെയർ സ്ട്രെയിറ്റ് ആവും. സോ ബേസിക്കലി വാട്ട് ഹാപ്പൻസ് ഇസ് ഹെയർ ചത്തോലെ കിടക്കും. സോ അതിന്റെ ഹെയറിന്റെ ആക്ച്വാലിറ്റിയെ മാറ്റുക എന്നുള്ളതാണ് ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ്സിന്റെ കുഴപ്പം. അതർ ട്രീറ്റ്മെന്റ്സ് വിച്ച് ക്യാൻ ബി മച്ച് ഗുഡ് ഫോർ യുവർ ഹെയർ, ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ്സ്, GFC എന്നൊക്കെ പറഞ്ഞിട്ട്, PRP, പ്ലെയിൻ മൈക്രോ നീഡ്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫോളിക്കിൾസിന് അടിയിലുള്ള ബ്ലഡ് വെസൽസ് കുറെ കൂടെ നന്നായിട്ട് ഉണ്ടാവും. ഗ്രോത്ത് ഫാക്ടേഴ്സ് അതിനെ കുറച്ചും കൂടെ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഫോളിക്കിളിന്റെ ബലം വരും. മറ്റു ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ബലം പോകും. കെമിക്കൽസ് ഒരിക്കലും ഫോളിക്കുലർ ലെവലിൽ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. യൂസ് ചെയ്താൽ ഫോളിക്കിൾ തൊടാതെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ലൈക്ക് ഫോർ എക്സാമ്പിൾ, യു ഷുഡ് നോട്ട് യൂസ് ഹെയർ ഡ്രയർ ഓൺ യുവർ സ്കാൽപ്പ്. ചൂടായിട്ടുള്ള വെയിലത്ത് പോയി നിൽക്കരുത്. ഒത്തിരി ചൂട് വന്നാൽ മുടി പൊഴിയും. കാരണം ഇറ്റ്സ് വെരി സിമ്പിൾ. നമ്മൾ നോക്കിയാൽ മതി, നമ്മുടെ ഇപ്പം മൃഗങ്ങളെ നോക്കിയാൽ മതി. നമ്മുടെ നാട്ടിലുള്ള ഒരു പട്ടീനെ നോക്കുകയാണെങ്കിൽ അതിന് മുടിയില്ല. വേറെ നോർത്തിൽ നിന്ന് വരുന്ന ഇതൊക്കെ ഫോർ മലയിൽ നിന്നൊക്കെ വരുന്ന കോൾഡ് ക്ലൈമറ്റിൽ നിന്ന് വരുന്ന മൃഗങ്ങൾക്ക് മുടി കൂടുതലാണ്. അപ്പോൾ ചൂട് കൂടിയാൽ തല മുടി പൊഴിയും. കാരണം തലയിലെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ മുടി ചെയ്യുന്ന ശരീരം ചെയ്യുന്ന ഒരു മെക്കാനിസമാണത്. അതുകൊണ്ട് ഹെയർ ഡ്രയർ തല യൂസ് ചെയ്തെന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഹെയർ കളർ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹെയർ കളർ ചെയ്യുന്നുണ്ട്. അതും ഈ പറഞ്ഞ പോലെ റൂട്ടിൽ തൊടാതെ ചെയ്താൽ എല്ലാം നല്ലതാണ്. ഇപ്പോൾ റൂട്ട് കഴിയുന്നിടത്തോളം അവോയ്ഡ് ചെയ്യുക. ഹെയർ കളർ ഭയങ്കര കോൺസെൻട്രേറ്റീവ് ആയിട്ടുള്ള ഹെയർ കളർ ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്ലീച്ച് എന്തായാലും എല്ലാ കളറിലും ഉണ്ട്. ഇല്ലെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഈ അമോണിയയുടെ പ്രശ്നത്തിൽ മാത്രം ആൾക്കാർ നടക്കുന്നത്. പക്ഷെ അമോണിയ അല്ലാത്ത ബ്ലീച്ചാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ ബ്ലീച്ച് വന്നിട്ട് ഹെയർ റൂട്ടിനെ മോശമാക്കും. അപ്പോൾ ഒബ്വിയസ്ലി മുടി പൊടിയാനുള്ള ചാൻസസ് കൂടുതലാണ്. റൂട്ട് അവോയ്ഡ് ചെയ്തിട്ട് ഹെയർ കളർ ചെയ്താൽ കുഴപ്പമില്ല. ഇതിപ്പോൾ നരയൊക്കെ വരുന്ന സമയത്ത് നമ്മളിപ്പോൾ ഹെയർ കളറിങ് അല്ലാതെ നമ്മളുടെ കയ്യിൽ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ റൂട്ടിൽ ചിലപ്പോൾ തൊടുമായിരിക്കും. അപ്പം ഹെയർ ഡൈ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അപ്പം നമ്മൾ എന്തൊക്കെയാണ്
ശ്രദ്ധിക്കേണ്ടേ? നമുക്ക് പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. ഈ ഹെയർ റൂട്ടിൽ നമുക്ക് എന്ത് ചെയ്തിട്ട് എന്ത് ചെയ്യാനാ? അവിടെ ഇപ്പം വാസലിൻ തേച്ചിട്ട് ചെയ്യാം, പക്ഷെ അപ്പം ഹെയർ റൂട്ട് കളർ ചെയ്യാൻ പറ്റത്തില്ല. സോ നോ ദ ഗോ ആക്ച്വലി സ്പീക്കിംഗ്. പിന്നെ മുഖം കറക്കാതിരിക്കാൻ വേണമെങ്കിൽ മുഖത്ത് പറയാം വാസലിനും അതൊക്കെ തേച്ചിട്ട് ചെയ്യാം, പക്ഷേ മുഖത്തോട്ട് ഡൈ വീഴുന്ന മുഖം കറക്കാതിരിക്കാൻ ചെയ്യാം. പക്ഷേ ഹെയറിലൊന്നും ചെയ്യാൻ പറ്റില്ല. യു ഹാവ് ടു അവോയ്ഡ് ദ ഫോളിക്കിൾ ആൻഡ് ഡു ഇറ്റ്, അത്രേ ഉള്ളൂ. ഇറ്റ്സ് വെരി ഹാർഡ്. പക്ഷേ നമ്മളുടെ മാർക്കറ്റിൽ ഇപ്പോൾ ഒരുപാട് ഹെയർ ഡൈ ബ്രാൻഡുകൾ ഉണ്ടല്ലോ. ഏതെങ്കിലും പെർട്ടിക്കുലർ ബ്രാൻഡ് പറഞ്ഞാൽ ശരിയല്ല, പക്ഷേ നമ്മൾ ഹെയർ ഡൈ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ? അപ്പോൾ ബേസിക്കലി ഹെയർ ഡൈയിൽ തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഐ ഹാവ് ട്രൈഡ്, ഞാൻ ഹെയർ ഡൈ യൂസ് ചെയ്യുന്ന മനുഷ്യനായതുകൊണ്ട് ഐ ഹാവ് ട്രൈഡ് സം ഓഫ് ദീസ്, ഈവൻ സം ആയുർവേദിക് ഹെയർ ഡ്രൈസ്, ബയോട്ടിക് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള പല ബ്രാൻഡ്സ് ഒക്കെ ഉണ്ടല്ലോ. സോ അതൊക്കെ ട്രൈ ചെയ്തപ്പോൾ ചിലപ്പോൾ ഇറ്റ് വാസ് വേഴ്സസ് ദാൻ ദ നോർമൽ ഹെയർ ഡൈ. ഇറ്റ് വാസ് ആക്ച്വലി ബേണിംഗ് മൈ ഹെഡ്. So I was surprised. See, basically what people don't understand is ഈ നാച്ചുറലും അൺനാച്ചുറലും എന്നൊക്കെ പറയുന്നത്, there's nothing unnatural about anything because everything is taken from the nature. So what is unnatural about anything? എന്തൊരു കെമിക്കലും ഒരു ചെടിയെന്നോ മണ്ണിന്നോ എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ എങ്ങനെയാണ് അത് നമ്മൾ അൺനാച്ചുറൽ എന്ന് പറയുന്നത്? ഇറ്റ്സ് വെരി ഹാർഡ്. കാരണം എല്ലാം ചെടിയിൽ നിന്ന് തന്നെ വരുന്നത്. സോ ഇപ്പോൾ ബ്ലാക്ക് ഹെന്ന എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ ഹെന്ന തന്നെ അത് ഹെന്നയ്ക്കൊരു കളറുണ്ട്, അതും ഒരു കെമിക്കലാണ്. വി ആർ എ കെമിക്കൽ ബീങ് ബൈ അവർ സെൽഫ്. നമുക്ക് മാനസികമായിട്ടൊരു പ്രശ്നം വന്നാൽ ഒരു മരുന്ന് കഴിക്കുമ്പോൾ നമ്മുടെ തലയുടെ മൂഡ് മാറും എന്ന് പറയുന്നില്ല. എവറിത്തിങ് ഇസ് എ കെമിക്കൽ. ദർ ഇസ് നത്തിങ് വിതൗട്ട് കെമിക്കൽസ് ഇൻ ദ വേൾഡ്. ഓക്കെ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു കേട്ടല്ലോ, ഇപ്പോൾ ഗർഭിണികളും അതുപോലെ തന്നെ മുലയൂട്ടുന്ന സ്ത്രീകളൊന്നും ഹെയർ ഡൈ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നേക്കാം. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതോ? ഇല്ല, അത് അത്രയ്ക്കും വലിയൊരു ഇഷ്യൂ ഒന്നുമില്ല. കാരണം ഹെയർ ഡൈയിൽ ആ റൂട്ടിൻ്റെ ലെവൽ വരെ മാത്രമേ വരത്തുള്ളൂ. അതൊക്കെ അബ്സോർവ് ചെയ്ത് കൊച്ചിന് വരെ എത്തത്തില്ല. അവർക്കും അങ്ങനെ അകത്തോട്ട് പോയൊരു പ്രശ്നം ഉണ്ടാക്കത്തില്ല ഹെയർ ഡൈ. അത്രയ്ക്കുള്ള അബ്സോർപ്ഷൻ കപ്പാസിറ്റി ഇല്ല ഹെയർ ഡൈക്ക് അകത്തോട്ട്. സോ യു ക്യാൻ യൂസ്. ഒരു എക്സ്പെർട്ട് എന്നുള്ള നിലയിൽ ഇപ്പോൾ ഒരുപാട് ഹെയർ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരോട് ഒരിക്കലും ഇത് ചെയ്യാനേ പാടില്ല, തലയ്ക്ക് അത്രയും മോശമാണ് നമ്മുടെ മുടിക്കെന്ന് പറയാനൊരു ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് എന്ത് ട്രീറ്റ്മെന്റ് ആയിരിക്കും? ഹെയർ സ്ട്രൈറ്റനിങ് ഡെഫിനറ്റ്ലി നോട്ട്. അതിൻ്റെ ബന്ധപ്പെട്ട ആ ലെവലിൽ വരുന്ന പല സാധനങ്ങളുണ്ട്. ദേ ആർ കീപ്പിംഗ് ഓൺ ചേഞ്ചിങ്. പല പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഇപ്പം ദേ ഓൾ പുട്ട് ഫണി നെയിംസ്. ലൈക്ക് ഇപ്പോൾ പുതിയൊരു സാധനമുണ്ട് എയർ ബോട്ടോക്സ് എന്ന്. ഇറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ ബോട്ടോക്സ്. ബോട്ടോക്സ് എന്ന് വെച്ചാൽ ബോട്ടുലിൻ ടോക്സിൻ ടൈപ്പ് A1. അതൊരു ന്യൂറോ ടോക്സിനാണ്. അത് മുടിയിൽ തടവിയാലൊന്നും വർക്ക് ചെയ്യത്തില്ല, തലയിലൊന്നും തേച്ചാൽ വർക്ക് ചെയ്യത്തില്ല. അത് ഇറ്റ് ഹാസ് ടു ഗോ ടു എ മസിൽ ഫോർ ഇറ്റ് ടു വർക്ക്. ഇറ്റ്സ് എ ന്യൂറോ ടോക്സിൻ. അത് തലയിൽ തടവിയാലൊന്നും വരത്തില്ല. അതുകൊണ്ട് അത് തലയിടുന്നത് ബോട്ടോക്സേ അല്ല, അത് വേറെന്തോ സാധനമാണ്. അനദർ സിറം വിച്ച് സ്ട്രെയിറ്റൻസ് യുവർ ഹെയർ. ഇപ്പോൾ നമ്മളിപ്പോൾ കുറച്ചുകൂടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലല്ലേ ജീവിക്കുന്നത്. ഇപ്പോൾ ആൾക്കാർക്ക് PRP GFC എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താണെന്ന്. എന്നാലും PRP ആണോ കുറച്ചും കൂടെ അഡ്വൈസബിൾ, GFC ആണോ കുറച്ചും കൂടെ ബെറ്റർ? ഏതാ സെലക്ട് ചെയ്യുക? ആൻഡ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? അല്ല, PRP was an earlier version of this thing which we get growth factors out of our platelets. ബ്ലഡിൽ നിന്നുള്ള പ്ലേറ്റ്ലെറ്റ്സിനെ സെഗ്രിഗേറ്റ് ചെയ്ത് അതിനകത്തുള്ള പ്ലേറ്റ്ലെറ്റ്സിന് ഗ്രോത്ത് ഫാക്ടേഴ്സിന് നമ്മൾ റീഅഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ ഗ്രോത്ത് ഫാക്ടേഴ്സ് നമ്മുടെ ഇതിന് വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്നു. GFC അതിനെ കുറച്ചുകൂടെ അതിൻ്റെ ഉള്ള കമ്പണൻസ് കാരണം ഗ്രോത്ത് ഫാക്ടേഴ്സിനെ പിന്നെയും കോൺസെൻട്രേറ്റ് ചെയ്യും, 10 times മോർ പവർഫുൾ ആക്കും. എന്നിട്ട് അത് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് തലയിൽ കിട്ടുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആവും. അതാണ് വ്യത്യാസം. GFC is a more advanced version. അപ്പോൾ ഈ GFC എല്ലാവർക്കും ഒരുപോലെ റിസൾട്ട് കിട്ടുന്ന ഒന്നാണോ, അല്ലെങ്കിൽ പേഴ്സൺസ് ടു പേഴ്സൺസ് ഇത് റിസൾട്ട് ഇങ്ങനെ വേരി ചെയ്യുമോ? പൊതുവേ നല്ല റിസൾട്ട്സ് കിട്ടും, പക്ഷേ ഈ പ്രൊവൈഡഡ് ദർ ഇസ് എ ഫോളിക്കിൾ ദർ. ഇവർ കംപ്ലീറ്റ് കഷണ്ടി തലയിട്ട് എത്ര GFC ചെയ്താലും വരത്തില്ല. മുടിയുടെ കംശങ്ങൾ ഉള്ളപ്പോൾ അതിനകത്ത് GFC ഇട്ടാൽ എന്നുവെച്ചാൽ വേരുണ്ടെങ്കിൽ വളം ഇട്ടാൽ കിട്ടും എന്ന് പറയുന്ന പോലെ. വേരേ ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ട് എന്ത് കിട്ടാൻ? അതിനാണ് that is where when microneedling comes in, where അതാണ് മൈക്രോനെയിലിംഗ് വിത്ത് GFC ചെയ്യുന്നത്. കാരണം മൈക്രോനെയിലിംഗ് ചെയ്യുമ്പോൾ അവിടെ ഇഞ്ചുറി ഉണ്ടായിട്ട് വേര് പതുക്കെ ഈ മുടിയുടെ അടിയിൽ ഉണ്ടാകാൻ ശ്രമിക്കും. പിന്നെ ഞാൻ പറയുന്നത് ഫോളിക്കിളേ ഇല്ല, there is no follicle or any this thing to it. അവിടെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഓൺലി വേ ഇസ് ട്രാൻസ്പ്ലാന്റ്. ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് പിന്നെ GFC PRP ചെയ്യണം ഫോർ ഈ റൂട്ട്സ് ഉണ്ടാവാൻ വേണ്ടി. ഈ ബ്ലഡ് സപ്ലൈ കിട്ടിയാലേ ആ ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടി നിൽക്കത്തുള്ളൂ. കാരണം ഇറ്റ്സ് എ മാൻഡേറ്ററി ദിസ് തിങ് ആഫ്റ്റർ ദ ട്രാൻസ്പ്ലാന്റ് ദീസ് തിങ്സ് ഹാസ് ടു ബി ഡൺ. ഇഫ് ദീസ് തിങ്സ് ആർ നോട്ട് ഡൺ ഇറ്റ് വിൽ ഗോ. ട്രാൻസ്പ്ലാന്റ് വോണ്ട് ലാസ്റ്റ്. പിന്നെ ജെനറ്റിക്സ്, യു കാൻ പ്ലേ വിത്ത് ഗോഡ് എന്ന് പറയുന്ന പോലെ. ഭയങ്കര ബാഡ് ജെനറ്റിക്സ് ഓഫ് അലോപേഷ്യ, ആൻഡ്രോജനിക് അലോപേഷ്യ എന്ന് പറയും. മൈൽ കർഷണ്ടിക്ക് അതിന് we'll have to keep on fighting against it by doing PRP GFC over and over again. കാരണം ജനറ്റിക്കലി അവിടുത്തെ മുടി അവിടുത്തെ ബ്ലഡ് വെസൽസിന് ഇല്ലാതാക്കി കളയും ശരീരം. അപ്പോൾ നമ്മൾ പിന്നെയും ശരീരത്തിനെ പറ്റിച്ച് ഇതെല്ലാം കുത്തിവെച്ച് പിന്നെയും തിരിച്ച് ബ്ലഡ് വെസൽസ് കൊണ്ടുവരും. കാരണം വെച്ചാൽ നമുക്ക് ഒരു മുടിയുടെ താഴെ ബ്ലഡ് വെസൽസ് ഇല്ലെങ്കിൽ, സപ്ലൈ കിട്ടിയില്ലെങ്കിൽ മുടി ചത്തും.
സോ ആരാണ് പറഞ്ഞാൽ നമ്മൾ എത്ര കഴിച്ചാലും നമ്മുടെ ടാങ്കിൽ വെള്ളമുണ്ട്, പക്ഷെ പൈപ്പ് ലൈൻ ഇല്ലെന്ന് പറയുന്ന പോലെ. അതും കൂടെ വേണം മുടി വളരണമെങ്കിൽ. ഇപ്പം അത്യാവശ്യം മുടി ഒഴിച്ചിലൊക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, ഒരു സാധാരണ ടിപ്പിക്കൽ മലയാളി, ഒരു 30s ശേഷം എല്ലാവർക്കും ചെറിയൊരു കഷണ്ടി വരുമല്ല, അയാൾ ഏകദേശം ഹൗ ഫ്രീക്വൻ്റ്ലി അയാൾ ഒരു GFC എടുക്കണം എന്നാണ് അഡ്വൈസ് ചെയ്യേണ്ടത്? ഇനീഷ്യലി ഒരു 2-3 സിറ്റിങ്സ് അടുപ്പിച്ച് ഒരു 2 വീക്സിലങ്ങ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3 months ഒക്കെ ഒന്ന് എടുത്ത് മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങ് വെക്കുക. മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങ് പോയി കഴിഞ്ഞാലേ നമ്മളെന്തായാലും ഓരോ സ്ഥലത്ത് പോയി ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നതിന് വരെ ഇതങ്ങ് ചെയ്താൽ മതി. ഇറ്റ്സ് നോട്ട് സോ എക്സ്പെൻസീവ്. അപ്പോൾ ഇതങ്ങ് ചെയ്താൽ മതി. അത് ചെയ്താൽ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങ് മുമ്പോട്ട് പോകും. പ്രാക്ടിക്കലി എത്ര ഭയങ്കര ഒരു ജനറ്റിക്കലി ഈസ് പ്രീഡിസ്പോസ്ഡ് ടു ലൂസിങ് ഹിസ് ഹെയർ എന്നാണെങ്കിൽ, അപ്പം നമുക്കിത് വലിച്ചു നീട്ടി അവന് 35 to 40 വയസ്സിൽ അദ്ദേഹത്തിന് മുടി പോകുന്നുണ്ടെങ്കിൽ നമുക്ക് വലിച്ചു തീർത്ത് 55 വയസ്സ് വരെ നീട്ടിക്കൊണ്ട് പോവാം ഈ പ്രൊസീജിയറിൽ. അതാണ് എൻ്റെ വ്യത്യാസം. ഓക്കെ.